നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വടകര വില്യാപ്പള്ളി ചേലക്കോട് റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നു. ദേശീയപാതയെയും സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന വടകര താലൂക്കിലെ പ്രധാന പാതയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. റോഡ് നവീകരണത്തിന് നേരത്തെ ഭരണാനുമതി ലഭ്യമായെങ്കിലും ഭൂമി വിട്ടുകിട്ടൽ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ വൈകുകയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ടെൻഡർ ലഭിച്ചത്. 12 മീറ്ററിൽ വികസിപ്പിക്കുന്ന റോഡ് FDR ടെക്നോളജി ഉപയോഗിച്ചും BMBC നിലവാരത്തിലുമാണ് നിർമ്മിക്കുക. റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കേണ്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി അക്ലോത്ത് നടപ്പാലത്തിനടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി ഉൽപാദന വർധനവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് വിവിധ വകുപ്പുകളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിക്ക് ജില്ലയിലും തുടക്കമാകുന്നു. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ പദ്ധതിയുടെ ഹൈപവർ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S. ബീന പദ്ധതി വിശദീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണവും ഉറപ്പാക്കും. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിത്തുകളും തൈകളും ഉൾപ്പെടെ വിതരണം ചെയ്യും. നിപ്പ വൈറസ് വ്യാപനത്തിനെതിരായ മുൻകരുതലിന്റെ ഭാഗമായി സംശയമുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ KHRWS പേവാർഡിലെ ഒരു ഭാഗം അനുവദിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു. നിപ്പ വൈറസ് ബാധയ്ക്കെതിരായ മുൻകരുതലുകളെയും രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികളെയും കുറിച്ച് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളെ തുടർന്നാണ് നടപടി. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രോജക്ട് ഫെല്ലോ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം ജൂലൈ 14-നകം ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 2430 939. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ, 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. അപേക്ഷകൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിലൂടെ ജൂലൈ 15 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0471 232 5101 82 81 13 4454. കോഴിക്കോട് കിർത്താഡ്സിൽ 12 മാസത്തേക്ക് റിസർച്ച് അസിസ്റ്റന്റിനെ നിയമിക്കും. യോഗ്യത നരവംശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, റൂറൽ ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം. അപേക്ഷകർക്ക് 2025 ജനുവരി 1-ന് 41 വയസ്സ് കവിയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. പട്ടികവർഗ സമുദായക്കാർക്ക് മുൻഗണന. പ്രതിമാസം ഓണറേറിയം 32,550 രൂപ. ജൂലൈ 15-ന് രാവിലെ 11-ന് നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് രാവിലെ 10 മണിക്കകം വയസ്സ്, യോഗ്യത, സമുദായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. ഫോൺ 0495 2356 805. സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടെ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ ഇന്റേൺഷിപ്പോടെയുള്ള റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC, +2, ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 7994 92 6081. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ കൂട്ടിയിട്ട 150 അടിയോളം മണ്ണ് നീക്കം ചെയ്യാൻ ഓഫർ ക്ഷണിച്ചു. സീൽ ചെയ്ത കവറിൽ ഓഫർ തുകയും വിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തി ഹെഡ്മാസ്റ്റർ GSS പുതുപ്പാടി കോഴിക്കോട് 673586 എന്ന വിലാസത്തിൽ ജൂലൈ 9-ന് വൈകിട്ട് 5-നകം സമർപ്പിക്കണം. ഫോൺ 9447 892607.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.